നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തൃശൂരിലെ മഹിളാ സംഗമത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്കുള്ള കേരളത്തിലെ വനിതകളുടെ ആദരവാകും തൃശൂരിൽ പ്രകടമാകാൻ പോകുന്നത് എന്നുകൂടി അധ്യക്ഷൻ പറയുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കുമെന്നും മോദിയുടെ വരവ് ചരിത്രപരമായ ഒരു അടയാളപ്പെടുത്തലാകും എന്നുകൂടി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നുണ്ട്. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ കലാ, കായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വനിതകൾ എത്തുന്നുണ്ട്. അതിൽ ചിലർ ഇവരാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി ഉൾപ്പെടെയാണ് സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നത്. തെന്നിന്ത്യയുടെ അഭിമാന താരവും നർത്തകിയുമായ ശോഭനയും വനിതാ സംരംഭകയായ ബീന കണ്ണനും ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിടുമെന്ന് തന്നെയാണ് സുരേന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ നവം പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു. അന്ന് മോദിക്കൊപ്പം വേദി പങ്കിട്ട പലരെയും പിന്നീട് കേരളത്തിലുള്ള ചില മാധ്യമങ്ങൾ സംഘി ചാപ്പയടിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതയൊക്കെ ആ താരങ്ങൾക്ക് അല്ലെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നേരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി അത്തരത്തിലുള്ള ചാപ്പയടികളൊന്നും തന്നെ ഫലം ചെയ്യില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെയാണ് കൂടുതൽ ആളുകളും നരേന്ദ്രമോദിയുടെ പരിപാടിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി മുന്നോട്ട് വരുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുക എന്നത് അഭിമാനകരമായ നിമിഷം തന്നെയാണ് രാജ്യത്തെ ഏതൊരു പൗരനെയും സംബന്ധിച്ച്. പക്ഷെ അതിനെല്ലാം പാർട്ടിയുടെ ഒരു ചായ്വ് നൽകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ നിറം ചേർക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗിയെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കാൻ മടിയില്ലാത്ത തരമുള്ള ആക്രമണങ്ങളൊക്കെ കാണാറുണ്ട് സാധാരണയായി. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനവും ചലിക്കുമ്പോൾ BJPക്ക് തൃശ്ശൂരിലുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.